ഹായ് ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും, അത്രയ്ക്കും ടേസ്റ്റാണ്. നമ്മുടെ വെട്ട് കേക്കിൻ്റെയൊക്കെ അതേ രുചിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ്. ഇത് ഞാൻ അങ്ങനെ വലിച്ചു നീട്ടുന്നില്ല. ഇതിന് ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇപ്പോൾ തന്നെ ഓർത്ത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് 2 മുട്ട എടുക്കുക. ആ മുട്ട ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി രുചിക്കും മണത്തിനുമായിട്ട് ഞാൻ കുറച്ച് ഏലക്ക പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ മധുരത്തിനായിട്ട് 2-3 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുക. നിങ്ങളുടെ മധുരം അനുസരിച്ച് പഞ്ചസാര ചേർത്തോളൂ. ഇനി അധികം പഞ്ചസാര ചേർക്കണമെന്ന് ഞാൻ പറയില്ല. ഇത് ഏകദേശം ഞാനെടുത്ത അളവിന് ഒരു 3 സ്പൂൺ പഞ്ചസാര മതിയായിരുന്നു. അത്യാവശ്യം നല്ല മധുരമുണ്ട്. അതിനുശേഷം നമുക്ക് ഈ മുട്ടയും പഞ്ചസാരയൊക്കെ കൂടി നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് അടിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് ഒരു ബൗള് റവയാണ് വേണ്ടത്. ഞാൻ ഏകദേശം ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് റവയാണ് എടുത്തിരിക്കുന്നത്. ആ റവ കുറച്ചയായിട്ട് ഈ മുട്ടയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. 2-3 പ്രാവശ്യമായിട്ട് കുറച്ച് ചേർത്ത് നമുക്ക് ഇളക്കി യോജിപ്പിച്ചാൽ മതി. കാരണം നമ്മൾ എടുത്തിരിക്കുന്ന മുട്ടയ്ക്ക് ഈ പാകത്തിനായിട്ട് നമുക്ക് റവ ചേർത്ത് കൊടുക്കേണ്ടതുള്ളൂ. ഒരുപാട് അങ്ങനെ കട്ടിയാവാനും അതുപോലെ ലൂസായി പോവാനും പാടില്ല. അപ്പോൾ കുറച്ചയായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ഒരു പരുവം കറക്റ്റായിട്ട് നോക്കുക. ഞാനിപ്പോൾ ഈ 2 മുട്ടയ്ക്ക് ഏകദേശം 1 ഗ്ലാസ് റവ കറക്റ്റ് അളവാണ്. അപ്പോൾ ഇതുപോലെ ഏകദേശം ലൂസായാനും പാടില്ല, എന്നാലും കുറച്ച് തിക്നെസ്സിലായിട്ട് നമുക്ക് ഈ റവയുടെ കൂട്ട് കിട്ടേണ്ടത്. ഇനി ഒരു ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ഈ റവയുടെ കൂട്ട് കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഓരോ സ്പൂണിൽ ഇങ്ങനെ കോരി ഒഴിച്ച് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എണ്ണ നന്നായി തിളച്ചതിന് ശേഷം മാത്രം ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കുക. അപ്പോഴത്തേക്കും ഇത് നന്നായി ഒന്ന് വീർത്ത് പൊന്തി നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് കിട്ടുന്നതാണ്. എണ്ണ നന്നായി തിളച്ച് ചൂടായതിന് ശേഷം മാത്രം നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കാരണം ഇതിൻ്റെ ഉള്ളൊന്ന് വെന്ത് പുറമെ നന്നായി ഒന്ന് ക്രിസ്പിയായി കിട്ടുന്നത് വരെ നമുക്കിതിനകത്തൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ വേവിച്ചെടുത്താൽ ഇത് പെട്ടെന്ന് പുറം ഭാഗമൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് വളരെ ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്ത് നമുക്കിങ്ങനെ കോരിയെടുക്കാം. ഏകദേശം ഒരു 5-8 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് കുക്കായി കിട്ടും കേട്ടോ. അത്രയും ടൈം മതിയാകും. അപ്പോൾ ആദ്യത്തെ ഞാനിതിങ്ങനെ കോരിയെടുക്കുകയാണ്. രണ്ടാമതും നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഓരോന്നായിട്ട് ഇതുപോലെ കോരി എണ്ണയിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ വറുത്ത് കോരി എടുക്കാവുന്നതാണ്. നല്ലൊരു രുചിയാണ് കേട്ടോ. നമുക്ക് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സാണ്. ഞാനപ്പോൾ എല്ലാം ഇതുപോലെ വറുത്ത് കോരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ഞാനപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല. ഇതിന് റവ മുട്ടയപ്പോന്നോ അല്ലെങ്കിൽ റവ റെസിപ്പിന്നോ എങ്ങനെ വേണമെങ്കിലും ഇതിന് പേരിടാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരങ്ങനെ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ഇത് ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പിയുമാണ്. കണ്ടോ, പാത്രത്തിലിട്ടൊന്ന് തട്ടി കൊടുത്താൽ നല്ല മൊരുമൊരാന്നിരിക്കും. കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സാണ്. അപ്പോൾ വേഗം ഒന്ന് ഉണ്ടാക്കി നോക്കുകയുള്ളൂ. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരാം. ബൈ.